ഗൈസ് ഒരു വണ്ടി പീഡിയ ചെയ്യാൻ വേണ്ടി പോയതാണ് കേട്ടോ. ഈ സാധനം കണ്ടപ്പോഴത്തേക്കണ്ടല്ലോ സാധനം കടിച്ച് തിന്നാനാ തോന്നി. അത്ര നീറ്റായിരുന്നു. വണ്ടി സ്കാൻ ചെയ്ത് നോക്കി എൻജിൻ എന്തെങ്കിലും മേജർ ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത്. എറർ കോഡും കാര്യങ്ങളൊന്നും ഡിറ്റക്ട് ചെയ്തിട്ടില്ല. പിന്നെ ഫോക്സ്വാഗൻ മുതൽ മുകളിലേക്കുള്ള വണ്ടിയൊക്കെ നമുക്ക് കിലോമീറ്റർ വരെ ടാമ്പർ ചെയ്താണെന്ന് അറിയാൻ പറ്റും. അത് ചെക്ക് ചെയ്ത് നോക്കി കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. കിലോമീറ്ററൊക്കെ ജെന്യുവനാണ്. അതുപോലെ തന്നെ വണ്ടി ഡ്രൈവ് ചെയ്ത് നോക്കി, സ്പോർട്ട് മോഡിലും അല്ല ഡ്രൈവ് മോഡിലൊക്കെ ഇട്ട് നോക്കി. വണ്ടി എക്സലൻറ്റ് കണ്ടീഷനിലാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഇത്രയും കണ്ടീഷനൊരു പോളോ നോക്കിയത് രണ്ടാമത്തെ പോളാണ്. ഇതിന് മുമ്പ് ഒരു പോളോ നോക്കിയിരുന്നു. അതേപോലെ തന്നെ റീപെയിൻറ്റോ കാര്യങ്ങളോ എവിടെയുമില്ല. ചെറിയ മൈന്യൂട്ടായിട്ട് നമുക്ക് നിസ്സാരമായി കാണുന്ന ചില പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു ഡോക്ടർ യൂസ്ഡ് വണ്ടിയിൽ ആ ഒരു പേരിനോട് അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡ് നെയിം യഥാർത്ഥത്തിൽ ആളുകൾ മാർക്കറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എന്തുകൊണ്ടാണെന്ന് തെളിയിച്ച ഒരു വണ്ടിയായിരുന്നു ഇത്. സ്റ്റോക്കിലുള്ള ടയറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതായത് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റവും കാര്യങ്ങളും മാത്രമാണ് എക്സ്ട്രാ സ്റ്റോക്കിന് വ്യത്യസ്തമായിട്ട് കയറ്റിയിട്ടുള്ളത്. ആ കയറ്റിയതാവട്ടെ ഷോറൂമിൽ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നതും. അതുമാത്രമല്ല 2026 വരെ വാറണ്ടി കാര്യങ്ങൾ കവർ ചെയ്തൊരു വണ്ടിയാണ്. എക്സ്റ്റീരിയർ പോലെ തന്നെയാണ് ഇൻറ്റീരിയർ വരുമ്പോഴത്തേക്ക് ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതാണ്. ജെനുവിൻ ഫോക്സ്വാഗൻ തന്നെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണ്. അപ്പോൾ ഏകദേശം 1 ഇയറായി എൻ്റെ ഈ ക്ലൈൻറ്റ് വണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പുള്ളിയുടെ തന്നെ രണ്ടാമത്തെ വണ്ടി നോക്കാനാണ് ഞാൻ പോയത്. നീറ്റ് ആൻഡ് ക്ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ 2 വണ്ടികളാണ് പോളോ ഇത്രയും നീറ്റായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. ഇത് ജെനുവിൻ സെല്ലറാണ്, അതാണ് മനസ്സിലാക്കാനുള്ളത്. ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഡോക്ടർമാരാണ് നമ്മൾ അംഗീകരിക്കേണ്ടത്. ആ ഡോക്ടറുടെ വണ്ടികളുടെ ക്വാളിറ്റി ഈ വാഹനത്തിൽ നമ്മൾ ഡോക്ടർ യൂസ്ഡ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന ഭംഗി ഇതാണ്, ഈ നീറ്റ്നെസ് ആണ്. ഇതെന്തായാലും കെട്ടി. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ വേണ്ടി എൻ്റെ ക്ലൈൻറ്റിനോട് ഞാൻ പറയുകയും ചെയ്തു.